അസ്സലാമു അലൈക്കും. എൻ്റെ കഥയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇൻഷാ അല്ലാഹ്. പെണ്ണ് കാണാൻ പോവാൻ വണ്ടിയിൽ കയറിയിരുന്ന ഷാഫി കൂടെ ഇരിക്കുന്ന അമ്മോനോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കുടുംബത്തെ അറിയാം? അതെൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുക്കളാണ്. കുഴപ്പമില്ലെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. നീ എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് പറ്റിയാൽ മാത്രം പോരല്ലോ, അവർക്ക് നിന്നെയും പറ്റണ്ടേ എന്ന് പറഞ്ഞ് അമ്മോൻ ഷാഫി ഇടം കണ്ടിട്ട് നോക്കിയതും, നിങ്ങൾ എന്നെ ഊതല്ലേ, അമ്മോനാണെന്ന് ഞാൻ നോക്കൂലട്ടാ എന്ന് തമാശയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് ഷാഫി മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അമ്മോൻ ഇനി എന്നെ പൊക്കി മറിക്കും എന്ന് ഉറപ്പുള്ളതിനാൽ പിന്നീട് മറുപടിയൊന്നും കൊടുക്കാതെ ഇരിക്കുന്ന ഷാഫി അപ്പോൾ ചിന്തിക്കുന്നത് മുഴുവൻ സുറുമിത്ത പറഞ്ഞ വാക്കുകളായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അതിലെന്തെങ്കിലും കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ അനിയൻ്റെ സ്ഥാനത്ത് കണ്ടതുകൊണ്ടാണ് ഉള്ളിലുള്ളത് മറച്ചു വെക്കാതെ കാണാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായിരിക്കും എന്നാലും കാരണം? സുറുമിത്ത പറയാൻ എന്തായിരിക്കും കാരണം? ഷാഫി ആലോചിച്ച് കൂട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മോൻ, അല്ല, ഈ എന്താ ആലോചിച്ചിരിക്കണേ, നമ്മൾ എത്താറായി, ആ മുടിയൊക്കെ ഒന്നും കൂടി റെഡിയാക്ക് എന്ന് പറഞ്ഞ് അവനെ തട്ടി ഉണർത്തി. ചിന്തകളിൽ നിന്നും ഉണർന്നതും പെട്ടെന്ന് മുടിയൊക്കെ റെഡിയാക്കി ഇറങ്ങാനായി ഒരുങ്ങിയിരുന്നു. വീട് കാണിച്ച ശേഷം അമ്മോൻ നേരെ വീട്ടുമുറ്റത്തേക്ക് വണ്ടി കയറ്റി. കുഴപ്പമില്ലാത്തൊരു വീടും പരിസരവും. അവരുടെ വരവ് പ്രതീക്ഷിച്ച് ഒന്ന് രണ്ടാളുകൾ ആ കോലായിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിസ്മയം ചൊല്ലി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന ഷാഫിയെ നോക്കി അമ്മോൻ പതുക്കെ പറഞ്ഞു, ഒന്ന് ഉഷാറായി നടക്കുന്ന ഷാഫിയെ. ഷാഫി നെഞ്ചിടിപ്പ് പുറത്തേക്ക് കാണിക്കാതെ വീട്ടിലേക്ക് ചെന്നു. പെണ്ണിൻ്റെ ഉപ്പയും എളാപ്പയും ആണ് അവിടെ നിൽക്കുന്നത്. അമ്മാവൻ പതുക്കെ മന്ദിച്ചു. അവർക്ക് കൈകൾ കൊടുത്ത് അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ അകത്തേക്കിരുന്നു. അകത്തു നിന്ന് പെണ്ണുങ്ങളുടെ ഒരു പട ഒളിഞ്ഞും മറിഞ്ഞും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഷാഫി ശ്രദ്ധിച്ചു. കണ്ടവർക്കൊക്കെ അവനെ ഇഷ്ടപ്പെട്ടെന്ന് അവരുടെയൊക്കെ മുഖത്തു നിന്ന് തന്നെ മനസ്സിലാക്കാമായിരുന്നു. ഷാഫിയോട് ആ പെൺകുട്ടിയുടെ ഉപ്പ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അധിക സമയം കഴിഞ്ഞില്ല. കുട്ടി വന്നു. ഒരു വൈറ്റ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസ്സിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ഷാഫി തനിക്ക് കിട്ടിയൊരു ഗ്ലാസ് എടുത്ത് അവളോട് ചെറുതായെന്ന് പുഞ്ചിരിച്ചു. എല്ലാവർക്കും ജ്യൂസ് നൽകിയ ശേഷം കുട്ടി ഉപ്പ ഇരിക്കുന്ന ഭാഗത്തേക്ക് മാറി നിന്നു. ജ്യൂസ് കുടിച്ചു തീർന്നതും നൂറ്റാണ്ടുകൾ മാറി മറിഞ്ഞിട്ടും പെണ്ണുകാണൽ ചടങ്ങിലെ പ്രധാനപ്പെട്ട ക്ലീശ ചടങ്ങിലേക്ക് അമ്മാവൻ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, എന്നാൽ പിന്നെ രണ്ടുപേരെ ആ റൂമിലേക്കെന്ന് ചോദിക്കാനും പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ ഉപ്പ എഴുന്നേറ്റ് അപ്പുറത്തേക്കുള്ള റൂമിൻ്റെ വാതിൽ തുറന്ന് രണ്ടുപേരോടും അങ്ങോട്ട് പോവാൻ പറഞ്ഞു. ഷാഫി ചമ്മൽ അഭിനയിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. കൂടെ പെൺകുട്ടിയും. ഷാഫി, ആ വാതിലൊന്ന് ചാരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ വേഗം വാതിൽ ചാരി. നമ്മൾ പറയുന്നത് അവർ കേൾക്കണ്ട. ആ സംസാരം ഷാഫിയെ അവളിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു. തൻ്റെ പേരറിയാം, എന്നാലും ചടങ്ങ് തെറ്റിക്കാൻ വയ്യല്ലോ. എന്താണ് പേര്? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫെബിന. ഷാഫിയുടെ ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അവൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ ശേഷം അവൾ ചോദിച്ചു, നമ്മളിനെ കാണുമോ? പ്രതീക്ഷിക്കാതെ ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ ഒരുങ്ങിയെങ്കിലും വീട്ടുകാരെ ഓർമ്മ വന്നോട്, ഇൻഷാ അല്ലാഹ്, നമുക്ക് വിധിയുണ്ടെങ്കിൽ കാണാം, കാര്യങ്ങൾ നമ്മളല്ലല്ലോ നിയന്ത്രിക്കുന്നത് എന്ന മറുപടി കൊടുത്തപ്പോൾ അവളുടെ മുഖത്ത് കണ്ട ഭാവവ്യത്യാസം ഷാഫി ശ്രദ്ധിച്ചെങ്കിലും കൂടുതലൊന്നും പറയാതെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് അവൻ പുറത്തേക്കിറങ്ങി. അങ്ങനെ അവിടെ നിന്നിറങ്ങി വണ്ടിയിലേക്ക് കയറിയ ഉടനെ അമ്മോൻ ചോദിച്ചു, അല്ല ഷാഫി, എങ്ങനെയുണ്ട് കുട്ടി, എനിക്കിഷ്ടപ്പെട്ടോ? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഉമ്മയും മറ്റുള്ളവരും വന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് ആലോചിച്ചാൽ മതിയില്ലേ? മതി, അവർക്ക് പറ്റും, നല്ല കുട്ടിയല്ലേ. കുട്ടിയുടെ ഉപ്പയൊക്കെ നല്ല ഡീസൻ്റ് ആളാണ് കേട്ടോ. അമ്മോൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഷാഫിയുടെ ചിന്തകളിൽ രണ്ട് കാര്യങ്ങളുടെ ഉത്തരം എവിടെയെന്ന് ചോദിച്ചവനെ തുറച്ചു നോക്കുകയായിരുന്നു. ആദ്യത്തേത് ഫോട്ടോ കണ്ടപ്പോൾ സുറുമി പറഞ്ഞ വാക്കുകളും, രണ്ടാമത്തേത് അവളോട് തൻ്റെ വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് കണ്ട പെട്ടെന്നുള്ള ഭാവമാറ്റവും. അവൻ ഒരുപാട് ആലോചിച്ചു. എന്തായിരിക്കും അതിനുള്ള കാരണം? സുറുമിത്തയ്ക്ക് ഇവളുടെ സ്വഭാവം മനസ്സിലായി കാണുമോ, അതോ വേറെ വല്ലതും ആയിരിക്കുമോ? ആകെ പിരാന്താവുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മനസ്സിൽ കരുതി അവൻ വണ്ടിയിൽ അങ്ങനെ ഇരുന്നു. വീട്ടിലെത്തിയ ഉടനെ ഉമ്മ അടുത്തേക്ക് വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അല്ല മോനെ, എന്തായി?
എനിക്ക് പറ്റിയോ കുട്ടിയെ? ആ ഉമ്മ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടോക്കി. ആ നിനക്ക് കുട്ടിയെ പറ്റിയ സ്ഥിതിക്ക് ഞങ്ങളൊന്ന് നാളെ പോയി കാണാം എന്ന് പറഞ്ഞ് ഉമ്മ ആങ്ങളെ നോക്കിയപ്പോൾ മതി എന്ന മട്ടിൽ അവർ തലയാട്ടി. അന്ന് വൈകുന്നേരം ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന ഷാഫിയുടെ അടുത്തേക്ക് ചായ കൊണ്ടുവന്ന സുറുമിയോട് ഷാഫി പറഞ്ഞു, ഇത്താ അവളെ കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. എനിക്ക് പറ്റിയെന്ന് കരുതിയെങ്കിലും നാളെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അവൾക്ക് കാണുന്ന കുറവുകളൊന്നും പറയാൻ മടിക്കരുത് കേട്ടോ. ആ മോനെ ഫോട്ടോ ഇല്ലേ, ഞങ്ങളൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് യോജിക്കുന്നതല്ലെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. കണ്ടു നോക്കിയാൽ എനിക്കത് ഉറപ്പിക്കാൻ കഴിയും. നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് യോജിക്കുന്നത് മാത്രമേ ഞാൻ മതിയെന്ന് പറയുള്ളൂ കേട്ടോ. എൻ്റെ ഷാഫി മോനിക്ക് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടാൽ ഒന്നും ആലോചിക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മഹറും നൽകി വിവാഹം നടത്താൻ ഒരുങ്ങുന്ന ചിന്തകളൊക്കെ ആണുങ്ങളുടെ വീട്ടുകാർ മാറ്റാനായിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാർ ആൺകുട്ടികളെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലെയും ജാഗ്രത കാണിക്കുന്നത് പോലെയും പെൺകുട്ടികളെക്കുറിച്ച് നമ്മളും ജാഗ്രത കാണിക്കണം. ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണെത്തുന്ന ദൂരത്ത് നിർത്തി വളർത്തുകയും വളരുകയും ചെയ്ത പണ്ടത്തെ കുട്ടികളുടെ കാലമൊന്നുമല്ല ഇന്നുള്ളത്. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ ഷമീറിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ എല്ലാവരും. ആ ഇത്താ നിങ്ങൾ പറഞ്ഞാൽ ശരി, ആണിനും പെണ്ണിനും വിവാഹം എന്നുള്ളത് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. അതോ ഇപ്പോഴത്തെ കാലം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. എല്ലാവരും പറയുന്നതിനനുസരിച്ച് തലയാട്ടി കല്യാണം കഴിച്ചാൽ ആ പറഞ്ഞവരും പറ്റിയവരും ഒന്നും കാണൂല. സുഖങ്ങളിലും അതേപോലെ ദുഃഖങ്ങളിലും നമുക്ക് കഴിയുന്നതുപോലെ ശ്രദ്ധിക്കുക. ബാക്കി പഠിച്ചവന് വിടുക. പരീക്ഷണങ്ങൾ വരാനുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇത്താ. അതേ മോനെ, അത് ശരിയാ. പിന്നെ ഷാഫി, നാളെ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. നിൻ്റെ നമ്പറോ മറ്റോ അവൾക്ക് കൊടുത്തിരുന്നോ? സുറിമത്ത് ചോദിച്ചു. ഇല്ല, അവൾ ചോദിച്ചിട്ടുമില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. അഥവാ അവൾ നിന്നെ വിളിക്കോ മറ്റോ ചെയ്താൽ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. അവളെനിക്ക് വിളിക്കോ? അതിന് ഞാൻ അവൾക്ക് നമ്പറൊന്നും കൊടുത്തിട്ടില്ലത്താ. നീ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിലും അവർക്കത് വേണമെങ്കിൽ കിട്ടും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴത്തെ പിള്ളേരെ എനിക്ക് അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സുറുമിത്ത ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഇത് പക്വതയോടെയാണ് ഒരു സംസാരിക്കുന്നത്. എൻ്റെ സ്വന്തം പെങ്ങന്മാർക്ക് പോലും എൻ്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധയില്ല. ഷമീറിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ മറന്ന കാര്യമായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് വീട്ടുകാർ പറഞ്ഞ പെണ്ണിനെ കിട്ടിയവനാണ് ഷമീർ. അവസാനം വീട്ടിലെന്തോ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി അവൾ അവൻ്റെ വീട്ടുകാർ ഇല്ലാത്ത ഒരു വീട് വെച്ചാൽ ആ വീട്ടിലേക്ക് ഇനി അവനോടൊപ്പം ജീവിക്കാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയത്. അതോടെ അവൻ്റെ വീട്ടുകാരെ അവളെ ഒഴിവാക്കാൻ അവനോട് പറഞ്ഞു അവനെ ഒഴിവാക്കി. കണ്ടമാനം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിച്ചത്? ഷമീറിന് മാത്രം. ഇന്ന് ഭാര്യയില്ല, സ്വന്തം മക്കളെ കാണാൻ പോലും ഇന്നവന് കഴിയുന്നില്ല. സുറിമിത്ത് ആ വിഷയം പറഞ്ഞതിലൂടെ എന്നെ ഓർമ്മിപ്പിച്ചത് വീട്ടുകാർ മാത്രം പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട എന്നാണ്. ഈ കാര്യത്തിൽ സ്വന്തമായി എനിക്ക് അഭിപ്രായം വേണമെന്നുമായിരുന്നു. നെടുവീർപ്പുകളിട്ട് ചായം കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൊബൈലിലേക്ക് ആര് വിളിക്കുന്നത്. അവൻ ഫോൺ എടുക്കാതെ ഒന്നിങ്ങനെ നോക്കി നിന്നു. ആരാണിപ്പോൾ ഒരു അറിയാത്ത നമ്പർ? എടുത്തു നോക്കണോ? അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി. സുറുമിത്ത പറഞ്ഞ പോലെ ആ പെണ്ണ് എൻ്റെ നമ്പർ എങ്ങനെയും സംഘടിപ്പിച്ച് വിളിക്കാവോ? അവൻ്റെ മനസ്സിൽ വേണ്ടാത്ത എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി. ആരായിരിക്കും ആ ഫോണിൽ? അവൻ ഒന്നുകൂടി ചിന്തിച്ചു. എന്തായാലും ഒന്ന് എടുത്തു നോക്കിയത് തന്നെ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.